ആ ഹെഡൊക്കെ ഇവിടെ ബാറ്റൊക്കെ തുടച്ച് മിനുക്കുണ്ടായിന്ന് എന്തൊക്കെയോ പറഞ്ഞത്. അത് കഴിഞ്ഞ ഫൈനലത്തെ ചില കണക്കുകൾ തീർക്കാനുണ്ട്. ഇന്ന് കാണിച്ചു തരാം. അന്നത്തെ ഫൈനൽ നിങ്ങൾ ഇതാക്കി ഇന്ന് ശരിയാക്കി തരാം. നിങ്ങളെ അവസ്ഥ ഇപ്പൊ പരിതാപകരമാണല്ലോ. 116 ഓൾ ഔട്ട് ആകുക വല്ലാത്തൊരവസ്ഥയിൽ. അതും ആ മുംബൈ എല്ലാവരോടും തോറ്റിക്കുന്നു. നിങ്ങളെ കിട്ടിയപ്പോ തീരുമാനാക്കി തന്നെ അത്രേ ഉള്ളൂ. വന്നാലേ അടിച്ചു പൊട്ടിക്കും. ഒന്നും ചെയ്യൂല. ഡീകോക്ക് ഒരു കളി ഇപ്പൊ 3 കളി കളിച്ചില്ല ചെങ്ങായി. ഒറ്റ കളിയിലെ ഫോം ആയത്. മൂപ്പർ മാത്രം മതി. ഒറ്റ കളി നിന്നിട്ടുള്ളേ. പറഞ്ഞു വരണ്ട. ഇന്നത്തെ കളിയില് നിങ്ങളെ ഒന്നും ചെയ്യില്ല. ബൗളേഴ്സ് ഒക്കെ എത്തിനെ പറ്റിയ തകർക്കാൻ പേര് മാത്രമേ ഉള്ളൂ. ഷാമി അങ്ങനെ തന്നെ. കമ്മിൻസിനൊക്കെ 2 കളി വെച്ചാണ് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്ന് കണ്ടോളി. ഡീകോക്കിനൊക്കെ ഫോമല്ല, ആ ഒരു കളി മാത്രം അടിച്ചിക്കണേ. കഴിഞ്ഞ കളി കാണാൻ കഴിഞ്ഞ കളിയിൽ മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. അന്ന് അവിടെ മറ്റേ നമ്മൾ ജി ശ്രേയസ് അയ്യരൊക്കെ ഉണ്ടായിന്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ബെജ്ജ നിങ്ങളെ ബാറ്റിങ്ങും കൊളാണ്. ആരെ ബംഗിടേശേരൊക്കെ എന്തെങ്കിലും ഫോം ആയിട്ടുണ്ടാ? സുനിൽ കഴിഞ്ഞ കളി കാട്ടിയേ റസലിനൊക്കെ എത്തിനോണ്ട് നടക്കുക. റസല് അടിച്ചിട്ടാണ് പോണില്ല. പക്ഷെ മൂപ്പരുടെ പൊട്ടൻഷ്യൽ അറിയില്ല. മൂപ്പരുടെ പൊട്ടൻഷ്യൽ മൂപ്പരൊക്കെ നിലനിർത്തി തന്നെ വലിയ പൊട്ടത്തറ. അത് കഴിഞ്ഞാൽ ഒഴിവാക്കണം. അതായത് പറ്റണില്ല എന്നുണ്ട് ഒഴിവാക്കണം. കളിക്കാരനാണ് മൂപ്പര് അടിച്ചാണ് പറത്തും. അത് മൂപ്പര് ദിവസം വരണമെന്നുള്ളൂ. ആ ദിവസം വരണില്ല. ഇന്നാണ് ആ ദിവസം. കഴിഞ്ഞ IPL ആ ദിവസം വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ്. എവിടെ കളിച്ചിട്ടു എന്നും ഫോം ഒന്നുമില്ല. പക്ഷെ ഫോം ആകേണ്ട ബോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അടിച്ച് പറത്തും. പുറത്താണ് കുട്ടികള് പഠിച്ചു കഴിഞ്ഞേക്കണേ. ആവും പറഞ്ഞാണ് വരണ്ട. ഞങ്ങളെ കാര്യം കട്ട അതൊന്നുമില്ല. നിങ്ങളെ അഭിഷേകും ഇവരും കൂടിയാണ് തുടങ്ങും. ഹെഡും കൂടിയാണ് തുടങ്ങും. ഈ അഭിഷേകിന്റെ ഇഷാൻ കിഷൻ ഫുള്ള് പറഞ്ഞ പോലെ അഭിഷേകിന്റെ ആവറേജ് എന്താ? ആവറേജ് നോക്കണ്ട. എപ്പോഴെങ്കിലും പോവാണ്ട് 20-25 റൺസൊക്കെ ആവറേജ് ഇല്ല. അത് മതി. IPL-ലൊക്കെ മതി. അത്രയൊന്നും പോരാ. ഒന്നും പോരാ. പേരും അടിയാണ്. അഭിഷേകും ബനുകൂടിയാണ് അടിച്ചത്. പിന്നെ ഇഷാൻ കിഷൻ 2 പേരും സെഞ്ചുറി അടിച്ചില്ലേ? ഒരു സെഞ്ചുറി അടിച്ചില്ലേ? നിങ്ങൾ ക്യൂഡിക്ക ഫോമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷാൻ കിഷൻ അതിനേക്കാളും വലിയ ഫോമുല. അതേപോലെ തന്നെ ഇവിടെ ഇഷാൻ കിഷൻ. അത് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞു. അത് പറയോ? അത് പറയില്ലെങ്കിൽ ഇത് മാറ്റൂല. മൂപ്പര് ഫോമാണ്. പക്ഷെ മൂപ്പര് ഔട്ടാക്കാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ചക്രവർത്തി ഉണ്ട്. ചക്രവർത്തി മാത്രം ഒന്നും കാട്ടുന്നില്ല. ചക്രവർത്തി വിടും. ബാക്കിയുള്ളവരെ അടിച്ചും. അത് മതി. മുംബൈ ഒക്കെ ചെയ്ത പണിയതല്ലേ. ബാക്കിയുള്ളവർ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ. സുനിൽ നരേനൊന്നും കാട്ടൂല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹർഷിത് റാണ ആ ചെങ്ങായൊക്കെ ഈ IPL എത്താൻ കാട്ടുന്നത് വലിയ ഹൈപ്പായിരുന്നു. ഇന്ത്യൻ ടീമിലൊക്കെ എത്തിക്കണ ഉസാറേക്കാരോ ഇത്തവണ നല്ല സ്ലോ ബോളുകൾ. കഴിഞ്ഞ കളി സ്ലോ ബോളൊക്കെ കണ്ടു നമ്മള്. ഫുൾ ടോസ് ഒക്കെ വന്നു കണ്ട് അടിച്ചാൽ നിരത്തിയിരുന്നു. അതിപ്പോ IPL എല്ലാവരും അങ്ങനെ തന്നെ അടിക്കുന്നല്ലേ. പക്ഷെ നിങ്ങളെ പേസ് ബോളിംഗ് ഒന്നും പോരാ. ഞങ്ങളെ പേസ് ബോളിംഗ് ഒന്ന് തട്ടിച്ചു നോക്കാൻ നിങ്ങൾ എന്താണ് പേസ് ബോളിംഗ്. കബിൻസും മറ്റേ നമ്മളെ ഷാമിയും കൂടെ ചേരുമ്പോ എല്ലാ കളിയിലും 200 മേലെ അടിച്ചു എന്നാണ് ആൾക്കാരെ ഒരു ഇത്. ഞങ്ങൾ കുറച്ചടിച്ചെന്ന് പറഞ്ഞാൽ ഈ 150 290 ഒക്കെ അടിച്ച ആൾക്കാർക്ക് ഞങ്ങൾ അടിച്ചത് കുറവാ എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 116 അടിച്ചതോ? മുട്ടുകായി ഇല്ലാത്തവൻ ചെറിയില്ലാത്തവനെ കളിയാക്കണ പരിപാടിയാണ്. ഞങ്ങൾ അടിച്ചില്ലാന്ന് കുറ്റം. ആർക്കും മുട്ടും കൈ ഇല്ലാത്ത കാലില്ലാത്തൊന്നും നോക്കണ്ട. ഞങ്ങൾ കഴിഞ്ഞ ഇതിത്തെ ചാമ്പ്യന്മാരാണ്. അങ്ങനെ വല്ലതും ചാമ്പ്യന്മാരല്ലത്തെ കഥ. പോയി സ്റ്റാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പോയി. അതൊന്നും നോക്കണേ. ഞങ്ങളെ പ്രധാന ആൾക്കാരൊന്നും പോയിട്ടില്ല. അവിടെ തന്നെ ഉണ്ട്. അതാണ് വ്യത്യാസം. പഴയ കണക്ക് തീർക്കാൻ അവിടെ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ടീമിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് ആ ഭാവനൊക്കെ ഇപ്പൊ മെൻഡറാക്കി കൊടുക്കണേ നമ്മളെ ജിജിക്ക് പകരം. എവിടെ ജിജിക്ക് പകരം തലന്റെ ഒപ്പം നിങ്ങളുടെ തലല്ല, ശരിക്കുള്ള മറ്റേ തലന്റെ ഒപ്പം നിന്നുകൊണ്ട് പഠിച്ച് ഭയങ്കര കട്ട കമ്പനിയാണ്. തല ഉണ്ടായിട്ട് ആ ടീമിന്റെ അവസ്ഥ തലന്റെ ഫ്രണ്ട് തന്ത്രങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്തല്ലേ. മൂപ്പർക്ക് കുറച്ച് പ്രശ്നങ്ങൾ, ഇത് പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് മൂപ്പര് മെന്ററായിട്ട് ഇങ്ങനെ നിന്നുകാണ്ട് ഞങ്ങളെ ടീമിനെ ഉഷാറാക്കും. എന്താ ചിരിക്കണ്ടേ? ഒന്നും പറയാല്ല. ഇന്ന് കാണാം നിങ്ങളെ ടീം. ഞങ്ങൾ അനികേത് ഓർമ്മൊക്കെ കഴിഞ്ഞ കളി നിങ്ങളിപ്പോ 3-4 എടുത്ത് വിചാരിച്ചു. ഞങ്ങൾ അനികേതൊക്കെ ഒന്നടിച്ചാണ്.
വരുന്നവരൊക്കെ തല്ലുകയാണ് നിങ്ങൾക്ക് അതിനുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങളിപ്പോ റസൽ അടിച്ചു വിചാരിച്ചു നിൽക്കും. റസൽ അതാ റസലിന്റെ ദിവസമാണ് റിങ്കൊക്കെ എത്തിനാണ് ഈ വെറുതെ അടിച്ചു വെറുതെ പേരും പറഞ്ഞ് നടക്കുക. റിങ്കു ഇന്ത്യൻ ടീമിന് വേണ്ടിട്ട് എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ IPL മൂപ്പർക്ക് വേണ്ട വിധത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പത്തെ IPL അടിച്ചിരിക്കും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. മൂപ്പര് ആ 7ാം നമ്പറിലൊക്കെ ഒന്ന് കാണാൻ ഒന്ന് ഫിനിഷ് ചെയ്യേണ്ട ആളാണ്. മൂപ്പർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതിന് എല്ലാവരും കൂടി പോവാണേ. നേരത്തെ തന്നെ വരേണ്ടി വരികയാണ്. എന്നിട്ട് വേഗം പോവാണ്. അത് നോക്കണ്ടേ. ഞങ്ങള് KKR ആണ്. ഷാറൂഖ് ഖാന്റെ ടീമാണ്. അതെ അതെ, അതൊക്കെ പറഞ്ഞു. KKR ഷാറൂഖ് ഖാൻ ഞങ്ങള് ഷാറൂഖ് ഖാന്റെ ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരാണ്. അപ്പൊ അതിന്റെ പോരിശയോട് കൂടി ഇന്ന് ഞങ്ങള് ജയിക്കും.